ആ സമയം തീരുമാനിക്കപ്പെട്ടാൽ ഏതൊരു മനുഷ്യനും തീരുമാനിക്കപ്പെട്ട സമയത്തിലേക്ക്, സ്ഥലത്തേക്ക് തനിയെ അങ്ങ് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ലോകം മുഴുവനും അടക്കി ഭരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുത്ത നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, പ്രവാചക വര്യരുടെ സദസ്സിൽ ഇരിക്കുന്ന അനുചര വൃന്ദം, അങ്ങനെ ആ സദസ്സിൽ അവർ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം അവിടെ കടന്നു വരുന്നൊരു രംഗമുണ്ട്. മലക്കുൽ മൗത്ത് അങ്ങോട്ട് കടന്നു വരുന്നൊരു രംഗം. മലക്കുൽ മൗത്ത് അവിടെ കടന്നു വന്നിട്ട് ആ കൂട്ടത്തിൽ ഉള്ള ഒരു വ്യക്തിയെ വളരെ രൂക്ഷമായി നോക്കുകയാണ്. വളരെ രൂക്ഷമായി നോക്കുന്നു, പിന്നെ തിരിഞ്ഞു നോക്കുന്നു, പിന്നെ മറഞ്ഞു നോക്കുന്നു. വല്ലാതെ രൂക്ഷമായ ഒരാളെ ഇങ്ങനെ നോക്കുന്ന രംഗം മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം കാണുകയാണ്. ഉടനെ തന്നെ മലക്കുൽ മൗത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു. മലക്കുൽ മൗത്ത് പോയ ഉടനെ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരല്പം മുമ്പ് മലക്കുൽ മൗത്ത് ഇവിടെ വന്നിരുന്നു, നിങ്ങളെ വളരെ കാര്യമായി രൂക്ഷമായി നോക്കുന്നതായി ഞാൻ കണ്ടല്ലോ. നിങ്ങളെ വളരെ രൂക്ഷമായി മലക്കുൽ മൗത്ത് നോക്കുന്നതായി ഞാൻ കണ്ടു. ഇത് കേട്ട മാത്രയിൽ അദ്ദേഹം വല്ലാതെ പരിഭ്രാന്തനാവുകയാണ്. മലക്കുൽ മൗത്തോ ഇവിടെ വന്നെന്നോ, അതും എന്നെ രൂക്ഷമായി നോക്കുന്നതായി കണ്ടെന്നോ? വല്ലാത്ത വിഷമത്തിലായി പോയി, വല്ലാതെ വിഷമിക്കുകയാണ്. ആ പരിഭ്രാന്തിയിൽ എന്തെന്നറിയില്ല അദ്ദേഹം പറഞ്ഞു പോവുകയാണ്, അല്ലയോ പ്രവാചക വര്യരെ, താങ്കൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കാറ്റിനെ കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ഈ പ്രവാചക വര്യരോട് ഈ സ്വഹാബി, അദ്ദേഹത്തിന്റെ അനുചരൻ പറയുകയാണ്, താങ്കൾക്ക് കാറ്റിനെ അള്ളാഹു കീഴ്പ്പെടുത്തി തന്നിട്ടില്ലേ? അതുകൊണ്ട് കാറ്റിനോട് ഇപ്പോൾ തന്നെ ആജ്ഞാപിക്കൂ, എന്നെയും വഹിച്ചുകൊണ്ട് വളരെ അകലെയുള്ള ഇന്ത്യ എന്ന രാജ്യത്തേക്ക്, അൽ ഹിന്ദ്, അവിടെയും ഇന്ത്യ കടന്നു വരുന്നുണ്ട്, ഇന്ത്യയിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകൂ എന്ന് കാറ്റിനോട് ആവശ്യപ്പെടൂ നബിയേ എന്ന് പേടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ സുലൈമാൻ നബിയോട് പറയുന്ന രംഗം. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്, ആവശ്യത്തിന് വശംവദനായിക്കൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിന് വിളിച്ച് ഓർഡർ കൊടുക്കുന്നു, ഇയാളെ കൊണ്ട് ദൂരെയുള്ള ഇന്ത്യയിലേക്ക് പോയിക്കോളൂ എന്ന് ആവശ്യപ്പെടുകയാണ്. കാറ്റ് ഇയാളെയും വഹിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ പോവുകയും ചെയ്തു. ചിന്തിക്കണം, ഒരല്പസമയങ്ങൾക്ക് ശേഷം മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാമിനെ കാണുന്ന രംഗം. അസ്റാഈൽ അലൈഹിസ്സലാമിന് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമുമായി കൂട്ടിമുട്ടുന്ന രംഗം. അവിടെ വെച്ച് പ്രവാചക വര്യർ മലക്കുൽ മൗത്തിനോട് ചോദിക്കുകയാണ്, അല്ലയോ മലക്കുൽ മൗത്ത്, നിങ്ങൾ കുറച്ചു മുൻപ് ഇവിടെ വന്നിരുന്നല്ലോ, എന്നിട്ട് എന്റെ സദസ്സിലുണ്ടായിരുന്ന ഇന്ന വ്യക്തിയെ നിങ്ങൾ വളരെ രൂക്ഷമായി നോക്കുന്നതായി ഞാൻ കണ്ടല്ലോ, എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്നങ്ങ് ചോദിക്കുകയാണ്. ഉടനെ മലക്കുൽ മൗത്തിന്റെ മറുപടി എന്താ? നമ്മയെല്ലാം വളരെയധികം ചിന്തിപ്പിക്കേണ്ട മറുപടിയാണത്. എന്തെന്നാൽ, അല്ലയോ നബിയെ, ഞാൻ ചിന്തിച്ചു പോയതാണ്, ആ പറയപ്പെട്ട വ്യക്തിയുടെ റൂഹിനെ പിടിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഓർഡർ നൽകിയിരുന്നു. അത് അങ്ങകലെയുള്ള ഇന്ത്യ എന്ന രാജ്യത്ത് വെച്ച് ഈ സമയത്തിന് ശേഷം ഉടനെ അവിടെ വെച്ച് ഇയാളുടെ റൂഹിനെ പിടിക്കണമെന്നായിരുന്നു എനിക്കുണ്ടായിരുന്ന ഓർഡർ. പിന്നെ ഇയാളെന്താ ഈ സാധാരണക്കാരനായ വ്യക്തി ഇത്രയും അകലെ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങ് രൂക്ഷമായി നോക്കിപ്പോയതാണ്. ചിന്തിക്കേണ്ട മറുപടിയല്ലേ? സമയം തീരുമാനിക്കപ്പെട്ടാൽ ആ സ്ഥലത്തേക്ക് ചോദിച്ചങ്ങ് പോകുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ഇന്ത്യ എന്ന രാജ്യത്ത് വെച്ച് റൂഹ് പിടിക്കപ്പെടേണ്ട ഈ വ്യക്തിത്വം, ഇദ്ദേഹം എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഞാൻ അങ്ങ് ഓർത്തുപോയതാണത്രേ. അപ്പോൾ എവിടെ വെച്ചാണോ ഈ റൂഹിനെ പിടിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറാഅത്തിന്റെ രാവിലെ വെച്ച് മലക്കുകൾക്ക് ഓർഡർ കൊടുക്കുന്നത്, ആ സമയം എത്തിയാൽ എത്ര അകലെയാണെങ്കിലും ആ സമയത്ത് ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് അവൻ ആ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കും. ഇദാമാ ഹിമാമുൽ മർഇ കാന ബിബൽദതി ജഅൽതുഹു ഇലൈഹാ ഹാജത്തുൻ ഫയത്വീറു. ഒരുവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹമ്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടങ്ങേറ്, ഒരു വിഷമം, അത് മരണമാകാം, അപകടമാകാം, ആ ഉദ്ദേശം അല്ലാഹു അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പറയപ്പെട്ട സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു ആവശ്യം അവന് തന്നെ അങ്ങ് വന്നു ചേരുകയാണ്. ജഅൽതുഹു ഇലൈഹാ ഹാജത്തുൻ ഫയത്വീറു. ആ പറയപ്പെട്ട സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഇവന് തന്നെ ഒരു ആവശ്യം വരികയാണ്. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പറഞ്ഞു പോവാറുണ്ട്, അബദ്ധവശാൽ നമ്മുടെ ഈമാൻ കാർന്ന് തിന്നപ്പെടുന്ന ചില വർത്തമാനങ്ങൾ നാം പറയാറുണ്ട്. ഇയാൾ എന്തിനാ ഇപ്പൊ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? ഇന്ന സ്ഥലത്ത് പോയാൽ പോരായിരുന്നോ? അതല്ലെങ്കിൽ ഇയാൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയത്? അതുകൊണ്ടല്ലേ സംഭവിച്ചത്? എന്ന് വെച്ചാൽ അയാൾ ഇപ്പൊ അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ഇതിൽ നടക്കൂലായിരുന്നു എന്ന് വേണമെങ്കിൽ അതിന് വ്യംഗ്യാർത്ഥം കൊടുക്കാം. ആ ആശുപത്രിയിൽ പോയില്ലായിരുന്നുവെങ്കിൽ മലക്കുൽ മൗത്തിന് അവിടെ എത്താൻ പറ്റില്ലായിരുന്നു എന്നല്ല നമ്മൾ കണക്കാക്കിയത്. അറിയാതെ പോലും
ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വർത്തമാനങ്ങൾ നാം പറയുന്നു. എന്തൊക്കെ അപകടം സംഭവിച്ചാൽ പോലും ഇത് റബ്ബിന്റെ വിധിയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അതിൽ ക്ഷമിക്കുവാൻ നമുക്ക് പറ്റണം എന്നുള്ള വലിയൊരു പാഠം ഈ കൂട്ടത്തിൽ